നന്ദനെ ഈ റൂം നീ നല്ല അടിപൊളിയാക്കിയ. ഞാൻ പോലും ഇത്രയും വൃത്തിയായിട്ട് ഇതുവരെ ഇട്ടിട്ടിരുന്നില്ല. നീ എന്റെ തുണികളും ഒക്കെ കഴുകിയാ? ഞാൻ കഴുകി. അമ്മയ്ക്ക് വയ്യല്ല, നടുവേദനയല്ലേ. എനിക്ക് വയ്യാത്തോണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ രാവിലെ കഴിച്ച് ഞാൻ തുണികളൊക്കെ കഴുകി ഇട്ടനായിരുന്നു. അത് കുഴപ്പമില്ല, ഞാൻ കഴുകിക്കോളാം. എനിക്ക് ഞാൻ പോയി കിടക്കട്ടെ. അമ്മ പോയി കിടന്നു. അമ്മ അമ്മ എണീരമ്മ. ഈ ചൂട് ചായ കുടിച്ചാണ്, അപ്പൊ കുറച്ച് ആശ്വാസം കിട്ടും. എണീര്. ചായ ഇട്ടാ? എണീക്ക്. ചായ കുടി. ഞാൻ ഇത്തികൂടെ കഴിഞ്ഞിട്ട് ഇട്ട് നിനക്കൂടെ തരാന്നും പറഞ്ഞാണ് ഇരുന്നത്. ഞാൻ ഉറങ്ങിപ്പോയി. അത് കുഴപ്പമില്ല, അമ്മ കുടി. ഇപ്പൊ കുറച്ചെങ്കിലും കുറവുണ്ടോ? കുറച്ച് കുറവുണ്ട്. A few moments later. എന്താ മുഖമൊക്കെ വല്ലാതിരിക്കണം? എന്തോ പറ്റി? നീ വന്നാ? നീ എൻ്റെ മൂത്ത മരുമോള്, നീയാണ് നല്ലത്. മറ്റവള് വല്ലാത്ത സാധനമാണ് കേട്ടാ. ഇപ്പൊ എന്തോ പറ്റി? അതിനകത്ത് എൻ്റെ തുണികൾ ഒരു ലോഡ് കഴുകാൻ ഉണ്ടായിരുന്നു. ആ റൂം പിന്നെ ഞാൻ വയ്യാതെ ഞാൻ പോയി കിടന്ന് എല്ലാം ചെയ്തു. ഒരു തുള്ളി വെള്ളം പോലും അവള് തന്നില്ല. ആര്? നന്ദേ? അവളെ വെളു മാത്രമേ വെളുപ്പുള്ളൂ. ആകെ മൊത്തം കറുപ്പാണ്, കറുപ്പ്. അങ്ങനെയൊന്നും ആയിരിക്കൂല അമ്മ. അവർക്ക് എന്തെങ്കിലും വയ്യാകെ കാണും. അത് കുഴപ്പമില്ല, ഞാൻ ചോദിക്കാം. അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നന്ദ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞില്ല അമ്മയ്ക്ക് വയ്യാതെ കിടക്കുന്നു, തുണിയെല്ലാം കഴുകി ചായ ഇട്ട് കൊടുത്ത് റൂം ക്ലീൻ ചെയ്യണം. ഇതിലിപ്പോൾ ആര് പറയണം വിശ്വസിക്കും? ഇതിപ്പോൾ ഫുള്ള് കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ.